ഡാനി സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് തടയുന്നു. പരിശോധനയിൽ കാറിനുള്ളിൽ ഒരുപാട് മദ്യമുണ്ടെന്ന് കണ്ടെത്തുന്നു. താനൊരു വലിയ രാഷ്ട്രീയക്കാരന്റെ മകനാണെന്ന അഹങ്കാരത്തോടെ ഡാനി പോലീസുകാരോട് മോശമായി പെരുമാറാൻ തുടങ്ങുന്നു. ഡാനിയുടെ അഹങ്കാരം കണ്ടതോടെ അവിടുത്തെ SI ഭീംല നായക് അവനെ അടിക്കുന്നു. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ വെച്ച് ഡാനി തന്റെ ഫോണിലെ കോൺടാക്റ്റുകൾ കാണിച്ച് ഭീംലയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭീംല ഒന്ന് ശാന്തനാവുന്നു. മേലെ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഭീംല ഡാനിക്ക് സ്റ്റേഷനിൽ വെച്ച് മദ്യം കൊടുക്കുന്നു. ആ സമയം ആ രഹസ്യമായി വീഡിയോ എടുക്കുകയും ഡാനി ചെയ്യുന്നു. അയാൾ ജയിലിൽ പോകുന്നു. തിരിച്ചു വന്ന ഡാനി ആ വീഡിയോ ആകെ ലീക്കാക്കുന്നു. ഭീംലയ്ക്കും ഒരു ലേഡി കോൺസ്റ്റബിളിനും സസ്പെൻഷൻ ലഭിക്കുന്നു. പക്ഷേ സസ്പെൻഷനിലായാലും ഭീംല നായക് പിൻവാങ്ങുന്നില്ല. അയാളുടെ ശത്രുവിന്റെ ബാർ അയാൾ ബോംബ് വെച്ച് തകർക്കുന്നു. ഇതോടെ പ്രശ്നങ്ങൾ വലിയ യുദ്ധമായി മാറുന്നു. ഡാനിയുടെ പിതാവായ നാഗാർജുന ഇടപെടാൻ ശ്രമിച്ചുവെങ്കിലും ഭീംലയ്ക്കും ഡാനിക്കും തമ്മിലുള്ള ശത്രുത കൂടുതൽ കടുപ്പമാകുന്നു. ഡാനി ഭീംലയുടെ ഭാര്യയായ സുഗുണയെ ലക്ഷ്യം വെക്കുന്നു. ഭീംല ഡാനിയുടെ കാർ ബോംബ് വെച്ച് തകർക്കുന്നു. അവിടെ വെച്ച് തന്റെ മുണ്ടൂർ വിദ്യ അയാൾ പ്രയോഗിക്കുന്നു. ഡാനി ആകെ പേടിക്കുന്നു. ഇവിടെയാണ് ഭീംലയുടെ പഴയ ജീവിതത്തെക്കുറിച്ചുള്ള വിവരം ഡാനിക്ക് ലഭിക്കുന്നത്. ഒരിക്കൽ ഭീംല ആ നാട്ടിലെ ആളുകളെല്ലാം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരുന്നു അത്രേ. വലിയൊരു ഭീകരനായിരുന്നു അയാൾ. അങ്ങനെ പോലീസിൽ ചേർന്നപ്പോൾ എല്ലാം ഒതുക്കി അയാൾ. അവൻ പഴയതുപോലെ തിരിച്ചു വന്നാൽ ഡാനിക്ക് അത് താങ്ങാൻ പോലും കഴിയില്ല എന്ന് ഗ്രാമവാസികൾ ഇരുന്ന് തള്ളുന്നത് ഡാനി കേട്ടു. അവർ ഭീംലയെ ഒരു ശക്തിയായാണ് കാണുന്നത്. അവസാനം ഭീംലയും ഡാനിയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. ഡാനി ഭീംലയെ അടിച്ച് ഭീംലയുടെ ബോധം പോകുന്നു. അവസാനം നാട്ടുകാരെല്ലാം കൂടി മോട്ടിവേറ്റ് ചെയ്ത് ഭീംലയ്ക്ക് പോയ ബോധം തിരിച്ചു വരുന്നു. ഭീംല ഡാനിയെ ക്രൂരമായി അടിക്കുന്നു. അവസാനം വീണ്ടും തന്റെ മുണ്ടൂർ വിദ്യ അയാൾ പ്രയോഗിക്കുന്നു. അപ്പോഴാണ് ഡാനിയുടെ ഭാര്യ വന്ന് ഭീംലയുടെ കാല് പിടിക്കുന്നത്. പണ്ട് ഭീംല രക്ഷിച്ച ആളുകളിൽ ഒരാളായിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ട് ഭീംല അയാളെ വെറുതെ വിടുന്നു. ഡാനി തന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു. അവർക്കിടയിലെ ശത്രുത അവസാനിക്കുന്നു. ഭീംല നായക് വീണ്ടും തന്റെ ജോലിയിൽ പ്രവേശിക്കുന്നു.